സോ ഹായ് ഗായ്സ്, ഐ എം ബാക്ക്. നമുക്ക് ഇന്ന് ഒരു ഫേസ് ഷേവിങ് റുട്ടീനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനു മുമ്പ് എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ ഉമ്മ വിളയിച്ച ഒരു കറ്റാർ വാഴയുണ്ട്, ഞാൻ കാണിച്ചത്. മറ്റേ ഓടിയും കൂടെ കാണാം. നമുക്ക് ഈ കറ്റാർ വാഴ എന്താ മുറിച്ചെടുക്കണം. ഓക്കെ, നമുക്കറിയാം ഇത് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇതിൽ നിന്നൊരു യെല്ലോ കളർ ഫ്ലൂയിഡ് വരും. അപ്പോൾ നമ്മളത് കളയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നിർത്തണം. എന്നിട്ട് നിർത്തിയിട്ട് അത് ഫുൾ പോയിട്ടേ നമ്മളത് മുഖത്ത് തേക്കാവുള്ളൂ. നമ്മുടെ മുഖത്തിന് നല്ലതല്ല. അപ്പം നമുക്കിത് ക്ലീൻ ചെയ്ത് ഇതിനകത്തുള്ള സാധനം എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്നെൻ്റെ വ്ളോഗിങ് പാർട്ട്ണർ എൻ്റെ കൂടെ ഇല്ല, സ്കൂളിൽ പോയിക്കുവാണ്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ പോവും. അതിപ്പോൾ നമ്മളിപ്പം പെർഫെക്റ്റ് അല്ലല്ലോ, നമ്മൾ പഠിക്കണമല്ലല്ലോ. അപ്പോൾ കുറച്ച് സാധനമൊക്കെ മുറിക്കണതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പോവും. പിന്നെ നമ്മളങ്ങ് ബാക്കി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് എല്ലാം നമ്മൾ ആഗ്രഹിക്കണ പോലെ കിട്ടണമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല, മനസ്സിലായി? ചിലപ്പോൾ നമുക്കൊരു ഏറ്റക്കുറച്ചിലൊക്കെ വരും, അത് നമ്മൾ സഹിക്കണം. അതല്ല, കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം. ഇൻ കേസ് എനിക്ക് കറ്റാർ വാഴ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്തേനെ? ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ കറ്റാർ വാഴ ഇല്ലാതെ ഞാൻ ചെയ്യും. കറ്റാർ വാഴ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റും. അതാണ് കണ്ടോ, ചെളിയുണ്ട്, കയ്യിലൊക്കെ മണ്ണാവുന്നുണ്ട്. സംഭവം എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥലമില്ല, മെമ്മറി ഇല്ല. ഇനിയിപ്പോൾ നിന്ന് പോകും തോന്നുന്നു. ഓക്കെ, ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിലാണ് പ്രീ ഷേവ് ആയിട്ട്. പക്ഷേ കോക്കനട്ട് ഓയിൽ ഈ പോർസൊക്കെ ക്ലോഗ് ചെയ്യുമെന്ന് ഞാൻ ഇങ്ങനെ ChatGPT നോക്കിയപ്പോൾ കണ്ട്. അതിൽ ബെസ്റ്റ് അവർ പറയുന്ന അലോവേരയാണ്. അപ്പം ഞാൻ നോക്കിയപ്പം വീട്ടിൽ അലോവേര ജെല്ലുണ്ട്. എനിക്കൊരു പേടിയുണ്ട്. ഞാൻ കുറേ നാൾക്ക് മുമ്പാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഫേസ്, അത് ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഫേസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഞാൻ അപ്പം എൻ്റെ സ്കിൻ ഡ്രൈ ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തവണ നോക്കണം ഇഫ് ഐ ഷുഡ് ഗോ ഫോർ അലോവേര ജെൽ ഫോർ മൈ ഫർദർ ഷേവ്സ് ഓർ ലൈക്ക് കോക്കനട്ട് ഓയിലിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണോ എന്നുള്ളത്. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. ഇനി വെളുക്കാൻ തേച്ച മുഖത്ത് പാണ്ടാവോ എന്നെനിക്കറിഞ്ഞു. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോന്നും പഠിക്കുക. എനിക്കുണ്ടല്ലോ, ഫസ്റ്റ് ഷേവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഷേവ് ചെയ്യണോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. ബിക്കോസ് ഇവിടെ എൻ്റെ വീട്ടിലൊക്കെ ഇവരൊക്കെ പറയുമായിരുന്നു ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് മുടി ഭയങ്കര കട്ടിയായിട്ട് കിളിക്കും, നമുക്ക് ഇറ്റ്സ് ലൈമി മറ്റേ എവറിത്തിങ് റിമൈൻഡ്സ് മീ ഓഫ് ഹിം. അപ്പം കട്ടിയായിട്ട് കിളിക്കുന്നൊക്കെ. അപ്പം അമ്മ ഹായ് പറ. ഹായ്, ഇതാണ് കൃഷിക്കാരി കറ്റാർ വാഴയുടെ. നീ മുടിയൊന്നും കിളിച്ചില്ലല്ലോ മുഖത്ത്? ഇല്ലമ്മ, നല്ല മുടിയാണ്. പക്ഷെ എനിക്ക് അതാണ് ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രോമം. ഇങ്ങനെയൊക്കെ ഉമ്മാക്ക് രോമം ഉള്ളതാണ് ഇഷ്ടം. അതുകൊണ്ട് ഉമ്മാക്ക് ഞാൻ മുടിയെടുക്കുന്നത് ഉമ്മാക്ക് ഭയങ്കര വിഷമമായിരുന്നു മുടിയെടുത്ത് തുടങ്ങിയപ്പോൾ. പക്ഷേ ഇപ്പം ആൾക്കാരൊക്കെ കാണാൻ കൊള്ളാമെന്ന് പറയുന്നില്ലേ മുടിയെടുത്ത് കഴിഞ്ഞപ്പം? കൊള്ളാമെന്നും പറയുന്നില്ല. കൊള്ളാമെന്ന് പറയും. ഇങ്ങനെ നമ്മൾ ഇത്തിരി മൂക്കള പോലെ ഇരിക്കണം. ഇതങ്ങനെയാണല്ലോ. അരിഞ്ഞിട്ടില്ലല്ലേ? ഇല്ല, അരിഞ്ഞിട്ടുണ്ട്. അല്ല, എടുത്ത് തേച്ചിട്ടില്ലേ? എനിക്ക് തേച്ചപ്പോൾ ഒരിക്കൽ സ്കിന്ന് ഡ്രൈ ആയി.
മൂക്കള ഉണ്ടായിരുന്നു. മൂക്കള മാത്രോ? വേറെ എന്തൊക്കെ പോലെ ഇരിക്കും. മറ്റേ ബ്ലൂ ഇടൂലേക്ക്. ഓ, അടിന്നൊക്കെ പറഞ്ഞ പോലെയൊക്കെ ഇരിക്കും. അതിന്റെ വെള്ളം ഒഴി. കറ്റാർ വാഴ. ഓ ഓ, ഞാൻ വിളിക്കണോ? എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും നോക്കണേ. പിന്നെ ഫയല് വാങ്ങി വെക്കണം ഉമ്മ. ഫയല് പയലിനെ കിട്ടില്ല. ഒരു 20 രൂപ കൊടുത്തൊരു ഫയല് കിട്ടും. അതിന് വാങ്ങി വെക്കല്ലേ. ഓക്കെ. സോ ഗൈസ്, ഞാൻ ഒറ്റയ്ക്കാണ് ഗൈസ് വീട്ടിൽ. ഐ എൻജോയ് മൈ കമ്പനി ബിക്കോസ് എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ഒറ്റയ്ക്ക് സംസാരിച്ചോളും. എനിക്കിങ്ങനെ ഒരു പട്ടിയുടെയും ആവശ്യമില്ല. ഞാൻ എന്നെ തന്നെ എൻ്റർടൈൻ ചെയ്ത് വെക്കാറുണ്ട്. ഒരു ഓട്ടോ വന്നിട്ടുണ്ട്. മിന്നു ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ മിന്നു ബസ്സിലാണ് വരുന്നത്. ലെറ്റ്സ് സീ. മിന്നു എന്നാൽ കുഴപ്പമില്ല. മിന്നു ഇസ് ഫുൾ ഓൺ എൻ്റർടൈനർ. ലൈക്ക് ഈ വഴക്കൊക്കെ വഴക്ക് ഞാനും ഇങ്ങോട്ട് അധികം വഴക്കൊന്നും ഉണ്ടാക്കാറില്ല. എന്നാലും ചില സമയത്തോളം വർത്തമാനം എനിക്ക് പിടിക്കും. അത്രേ ഉള്ളൂ. ലൈക്ക് അത് മാറ്റി വെച്ചാൽ ഷീസ് എ വെരി ക്യൂട്ട്, മൈ ലിറ്റിൽ ബേബി, മൈ ക്യൂട്ട് ബേബി. ഐ ലവ് സോ മച്ച്. അപ്പം കമ്മിങ് ടു കറ്റാർ വാഴ, ഇതെന്തോന്നാ ഗൈസ്, ഇത് പൊളിക്കാൻ പറ്റുന്നില്ല ഗൈസ്. പറ്റി ഇതിപ്പം നമുക്ക് കുറച്ച് പച്ചയൊക്കെ ഇതിനകത്ത് വീണ് പോവും. അതിപ്പോൾ നമ്മളിനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അത്രയും പ്രിസൈസായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ചിലപ്പം കുറേ സാധനം അങ്ങ് പോകും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടില്ല. അല്ല, ഈ കറ്റാർ വാഴ വെട്ടിക്കഴിഞ്ഞ് കഴുകാൻ പറ്റും? അതൊന്ന് ചാറ്റിപ്പിക്ക് ചോദിക്കണം. ഇത് വെട്ടിക്കഴിഞ്ഞിട്ട് ക്യാൻ ഐ വാഷ് ഇറ്റ്? ഇല്ലെങ്കിൽ കഴുകിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോയാലോ? അത് വീഡിയോ പോസ് ചെയ്തിട്ട് ഞാൻ പോയി നോക്കാം. അപ്പം നമ്മളൊരു വലിയ കറ്റാർ വാഴയാണ് എടുത്തത്. വലിയ കറ്റാർ വാഴയിൽ നിന്ന് നമുക്ക് കിട്ടിയത് ആക്ച്വലി കുറവാണ്. ബിക്കോസ് കുറേയൊക്കെ മറ്റേ അതിൻ്റെ കൂടെ അങ്ങ് പോകും. അപ്പോൾ നമുക്ക് ദിസ് ഇസ് സോ സ്ലിപ്പറി. എവറിത്തിങ് റിമൈൻഡ്സ് മീ ഓഫ് ഹിം. നമുക്ക് ഇങ്ങനെ പുറത്തെ തൊലി ഇങ്ങനെ എടുത്ത് കളയാം. തോന്നും ചിലപ്പോൾ എൻ്റെ അമ്മമാർ ഓഡിയൻസിനൊക്കെ ചിലപ്പോൾ തോന്നുമായിരിക്കും. അങ്ങനെയൊന്നും ആരും ഇല്ല, എന്നാലും അമ്മമാർ ഓഡിയൻസിനൊക്കെ ചിലപ്പോൾ തോന്നും ഇങ്ങനെ, ആ കൊച്ച് കറ്റാർ വാഴ എല്ലാം കൂടെ വെട്ടി കുറേ അങ്ങ് കളയണം. ഞാൻ പഠിക്കുന്നതേ ഉള്ളൂ. സോ ഇവിടെ ഇപ്പം എൻ്റെ ഉമ്മായും വീഡിയോ കാണുമ്പോൾ തന്നെ അവർ പറയും, അവൾ മുറിച്ചെല്ലാം കളയണം എന്ന് പറയും. അവൾ മുറിച്ച് പകുതി കൂടെ ഒരു സാധനം വേസ്റ്റിൻ്റെ കൂടെയാണ്, ബാക്കിയേ ഉള്ളൂ എന്ന് പറയും. ഇത് കാരണം ഞാൻ പഠിക്കുന്നേ ഉള്ളൂ. അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ദിസ് മൈ ഫസ്റ്റ് ടൈം അല്ല, സെക്കൻഡ് ടൈം കട്ടിങ് കട്ടിങ് കറ്റാർ വാഴ, അലോവേര.
കൊതുണ്ട് ഗായ്സ്. വൈകിട്ടായപ്പോഴത്തേക്കും കൊതു കയറാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ബ്ലഡ് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ബി പോസിറ്റീവാണ്. കൊതു സ്റ്റിൽ കടിക്കുന്നുണ്ട് ഗായ്സ്. എൻ്റെ പലയിടത്തും കടിക്കും. അല്ല അങ്ങനെയല്ല, കാലിൽ. അപ്പം നമുക്ക് ഇത്രയും ഞാൻ കാണിച്ചത് ഇത്രയും കാണുന്നില്ല. ഇതൊക്കെ സംഭവിക്കും. അറ്റ്ലീസ്റ്റ് ഐ ഹാവ് എ ക്ലീൻ, ദിസ് ഇസ് ക്ലീൻ ഗൈസ്, നത്തിങ് ടു വെറി അബൌട്ട്. നമ്മൾ കഴുകേണ്ടി വരും ബിക്കോസ് ചെളിയുണ്ട്. പക്ഷേ കഴുകൂ, നോക്കട്ടെ. ആ ഡോറൊന്നും അടപ്പെടണം. നിനക്ക് എന്ത് അത് ഇവളെന്തോ കഷ്ടവും നോക്കിയാണ്. ഇവിടെ കൊതു കയറിട്ട് ഇരിക്കാനും കിടക്കാനും പറ്റൂല. ഹായ്, അത് തോന്നുന്നു ബാനറാ? വീടാ? എന്ത് വീട്? ഇതെന്തോന്ന് വെക്കണേ? ഞാനൊന്നും വെക്കണില്ല, ഞാൻ അലോവേര. എന്തോന്നാണ്? ഓ, അഴിക്കോട് വയ്ക്കാൻ പോണ വീടിൻ്റെ. അത് വ്ളോഗ് കൂടെ എടുത്താണ് മിന്നു. ഇതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. ഇത് തന്നെയാണ് ഞാൻ കുറച്ച് തന്നെ. അയ്യോ, അയ്യോ എൻ്റെ പൊന്നേ, അയ്യോ. പാപ്പൻ്റെ പ്ലാൻ പോയി കണ്ടിട്ട് വരണം. പടച്ചോനറിയാം അല്ലേ? യാ, എങ്ങനെയൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്നൊക്കെ. ഫ്ലൂയിഡ് സ്റ്റിൽ ഇറങ്ങുന്നുണ്ട്. ഐ ഗെസ് ദിസ് ഷുഡ് ബി ഇറ്റ്. നമുക്ക് കുഴയ്ക്കണം. ഒന്നും സ്വന്തമായിട്ടില്ല അല്ലേ? ഉമ്മാര് നൈറ്റി, വാപ്പാര് ബനിയെ. കാണില്ല. ബാക്കി കൊണ്ടിട്ടാണ് ഉച്ചയ്ക്കൊന്നും തിന്നിട്ടില്ല. വൈകുന്നേരം നോക്കി ഇതെന്തിനു വിളിച്ച ഫോൺ ആര് മാളൂത്തായ അവിടെ ഇത് വീഡിയോ എടുക്കണ യൂട്യൂബ് വീഡിയോ. വാ, എവിടെ ഇട്ടാണ് ഇപ്പൊ. ആര് തുടങ്ങിയ എന്തോന്ന് യൂട്യൂബ് ഇടാനാ? അത് ഞാൻ. നീ വരണ്ട, എത്ര ബുദ്ധിമുട്ട് എന്തിനും ഇവിടെ വന്നിരിക്കണം. കഴിച്ചു പോ. തിന്നണം എനിക്ക്. നിന്റെ ഓറലോസ് അല്ലേ? ഉച്ചക്കാണെ ഒന്നും തിന്നിട്ട് ഉച്ചക്ക് ചോറ് കഴിച്ചു. അതെനിക്കറിയാം. ചോറും തോരനും മോരും പൊരിച്ച മീനും ചിക്കൻ പീസ്. അവക്കാണെങ്കിൽ 2 ചിക്കനും ഒരു മീൻ പൊരിച്ചതും കൊടുത്തു. നിനക്ക് ചിക്കൻ അല്ലായിരുന്നോ? അല്ല, എനിക്ക് കടലയായിരുന്നു. പൂരിയും കടലയാണ്. ഞാൻ പോയി നെച്ചോറുണ്ടോ. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് പറയുമ്പോൾ, ഞാൻ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ ഇത് ഫുൾ ഇരുന്ന് കണ്ടിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ എന്തൊക്കെ പറയണമെന്ന് ഗൈസ് ഞാനിപ്പം അടിച്ചുകൊണ്ടിരിക്കുക. നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് എന്നാലും നമുക്ക് മുഖത്ത് തേക്കാൻ പറ്റുള്ളൂ. മുഖത്ത് തേക്കാം. എപ്പക്കോ പോണവാള കൊതു. നീ ഇത് സ്റ്റോറിയൊക്കെ ഇടണ? ഓ, ചൂര. മീൻ പൊരിച്ചതുകൊണ്ട് കറി വെച്ചതുകൊണ്ട്. ഫ്രഷ് അലോവേര ജെൽ യു ഗൈസ്. നമുക്ക് ഷേവ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ മുഖത്തിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. ആൻഡ് ഞാൻ കാർമസിയുടെ ഒരു റേസർ ഞാൻ മേടിച്ചിട്ടുണ്ട്.
ഞാൻ മുമ്പ് അതൊന്നുമല്ല ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തവണ ഞാൻ വാങ്ങിച്ചവൻ കാർമസിയുടെയാണ് വാങ്ങിച്ചത്. 85 റുപ്പീസാണ് ഒരെണ്ണം. അപ്പം പ്രീ ഷേവ് ഇത് തേക്കും. ആദ്യം ക്ലെൻസ് ചെയ്യും മുഖം, എന്നിട്ട് ഇത് തേക്കും. ഇത് തേച്ചിട്ട് നമ്മൾ ഷേവ് ചെയ്തിട്ട് നമ്മൾ ഒന്നുകൂടെ ക്ലെൻസ് ചെയ്തിട്ട് മോയ്സ്ചറൈസ്. അപ്പോൾ എന്തെങ്കിലും അപ്പോൾ ഫ്രീ ആകുമ്പോൾ ഒരു ദിവസം ശംഖുമുഖത്ത് പോകാമോ? ലൈക്ക് കാല് നനയ്ക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ബീച്ചിൽ പോയി നനച്ചാൽ മതി. അതിന് അടുത്തുള്ള ബീച്ച് എന്ന് പറഞ്ഞത്. പിന്നെ താരനെ കാണിക്കണം പപ്പ. താരൻ അല്ലെ മോയ്സ്ചറൈസർ എൻ്റെ ഒരു കുറച്ച് മീൻ എവിടെ ഫൈൻഡ് ചെയ്യും. തോരൻ്റെ ഇടയിൽ പറ എവിടെയാണ് തോരൻ്റെ ഇടയിൽ കാണില്ല. ഉറപ്പിച്ച ചോറിൻ്റെ ഇടയിൽ ഇല്ല. ക്ലിക്ക് ബൈറ്റ് ആയിരുന്നു. ഓ ചൂരമീൻ എനിക്കൊരു വാദം. നീ ചൂരമീൻ എല്ലാം കൂടെ എങ്ങനെയൊക്കെ ഇപ്പുറത്ത് വന്നിരുന്നാ പോലെ ഇരുന്നാ ചൂരമീൻ എനിക്ക് ഈ സൈഡാണ് ഇഷ്ടം. നീ പിന്നെ ഇവിടെ ഇരി. ഇവിടെ ബീട്രൂട്ട് വരെ ബീട്രൂട്ട് തന്നെ അത് പോകാമൽ വീണോടും പൂവേനോടും പക്കം പോണ ചന്ദ്രു സോഡാപ്പൊടി സ്വാമി ബാബുസ്വാമി എഴുതി പിടിച്ച്. എനിക്കൊരു വാതരണേ. ആരോഗ്യം തരും അതുകൊണ്ട് ചരിച്ച് നിന്നെ കണ്ടുകൂടാ. പക്കം പോണ അങ്ങോട്ട് നീക്കി വേ. ചോറ് കഴിച്ചില്ലേ? ഞാൻ ചോറ് ചിക്കൻ കറിയാണ് കഴിച്ചു. ചോറും കഴിച്ചാൽ നിങ്ങൾ അത് ചോറ് പാത്രം ചൂടായിട്ടിരിക്കുന്നു. ചൂടായിട്ട് ഇപ്പം നീ പറഞ്ഞത് വെച്ചിട്ടാണ് പോയത്. എനിക്ക് തോന്നി. ഞാൻ നോക്കിയപ്പോൾ 3 മിനിറ്റ് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നോക്കിയപ്പോൾ റീസൈക്കിൾ ബിന്നിൽ 1.5 GB സാധനങ്ങൾ കിടക്കാം. ഞാൻ എല്ലാം കൂടെ അങ്ങ് ഡിലീറ്റ് ചെയ്യും. ഇത് അപ്ലോഡ് ചെയ്തിട്ട് വേണം. എന്നാ പ്രൈവറ്റ് അക്കൗണ്ട് ആയിക്കൂടെ? നമ്മൾ ഇൻഫ്ലുവൻസർ ആയാലോ മിന്നു. എന്തൊരു ഓരോ ദിവസം. എടി ഞാൻ പറഞ്ഞില്ല നീ വരണ്ട. But it's over until ആരും കാണണമെന്നില്ല. ഇപ്പം വേറെ ആരും കാണുന്നില്ലല്ലോ. ഇപ്പോഴേ യു ജസ്റ്റ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ വ്ളോഗ്. അതെ, വരെയും വേണം. ആര് തുടങ്ങിയത്? എന്തോന്ന് ഞാൻ യൂട്യൂബ് ചാനൽ ഞാൻ. പിന്നെ എന്തിനാ എൻ്റെ നേരത്തെ ചോദിച്ചത് ആര് തുടങ്ങിയെന്ന്? പക്ഷെ ആര് വീഡിയോ എടുത്ത് തുടങ്ങിയ വ്ളോഗായിട്ട്? എന്ത് ചെല്ലുക ഇതോടെ കലി പറഞ്ഞോടെ ചോറ് വാരി കറ എറിഞ്ഞിരിഞ്ഞ. അപ്പം പിടി പൊളിച്ച് കിട്ടില്ല. വെള്ളം കൂടെ മടക്കി എന്നെ വായി വെച്ചെന്ന കേട്ടാ. അങ്ങനെയാണ് സ്നേഹമുള്ള. തുറ അടിക്കുന്നേ തുറ അങ്ങോട്ട്. ഞാൻ പറയാം വായിരിക്കണം വെറും വൃത്തികേടാണ്. അതെ, വായിരിക്കുന്നത് മുമ്മ വെച്ച മീൻകറിയും ചോറുമാണ്. അത്യാവശ്യം ഇങ്ങനെ പീസൊക്കെ ഞാനിങ്ങനെ അത് ഫുള്ള് വെള്ളം പോലെ ആവില്ല അത് അല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ ഇട്ടേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിങ്ങനെ തന്നെ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് സി ഞാൻ മുറിച്ചിട്ടാണ് ആ പീസ് പോലത്തെ കിടപ്പുണ്ട്. മക്കളുട്ടിയെ ഡോറ് തുറന്നിട്ടപ്പോൾ ആലോചിക്കണമായിരുന്നു കേട്ടാ. ഫോൺ വിളിച്ച് ആ ഓപ്ഷൻ അവിടെ ഉണ്ട്. അതെനിക്കറിയാം.
വേണേ പോസ് ചെയ്തോ, കാരണം ഇതിപ്പം അടിക്കുകയല്ലേ ഞാൻ വെറുതെ. നമ്മളെ കൊണ കാണോ, അത്രേ ഉള്ളൂ. ഹൈപ്പർ ലാപ്സ് തുറന്നാണ്, തുറക്കാൻ നീങ്ങാനല്ല. ആ കാലെടുത്ത് പോ ചവഞ്ഞു എന്ത് കാണിക്കാം. ആ ഓ ചോറ് ഏത് മുള്ളേതെന്ന് പറഞ്ഞൂടാ. എന്ത് നിങ്ങൾ കാണാൻ ചോറ് വലിയിരിക്കണ അപ്പം എല്ലാം തവള കളയും. അത് ജോലിയാണെന്നാണ് തോന്നുന്നത്. ചോറ് ഗെക്സ് എന്നൊക്കെ ഗ്രൂപ്പിന്റെ പേര്. അസ്തഗ്ഫിറുല്ലാഹ്. നമ്മുടെ നിക്നെയിം വേണ്ട കാണണ്ട. അസ്തഗ്ഫിറുല്ലാഹ്. ഇതൊക്കെ പിള്ളേരാണ്, ഇങ്ങനത്തെ പിള്ളേരാണ്. ആമ്പിള്ളേരില്ല പെമ്പിള്ളേരിനകത്തോടെന്ന് പറയാം. ആർക്കറിയാം, ആമ്പിള്ളേരില്ല. ഈ പോക്കൊന്നും ശരിയല്ല. മിണ്ടാതിന്റെ മൂക്കൊക്കെ തുടച്ച് ഡാൻസ് വേണം. വായിട്ടൊന്നില്ലല്ലോ കസ്കസ് വേണോ? കസ്കസ് വായില്ലേ? വേണ്ട. അയ്യോ അത് വേറെ എന്തെങ്കിലും ചോറൊക്കെ നമ്മൾ നാലുപേരും പോയി അതോടെ നമ്മൾ ആരുവരെ ഉള്ളൂ. നോമ്പ് പിടിക്കണം നാളെ കേട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴത്തേനും പറഞ്ഞ നോമ്പ് പിടിക്കുന്നത് നല്ലതായി എന്ന് പറയുന്നത് എനിക്ക് പറയാതെ വന്നു പോകും. ഞാൻ ക്ലാസ്സിലും വെച്ച് പറഞ്ഞു. അപ്പം ഞാൻ എന്നതേ ഫ്ലൂ ആകുന്നു നമുക്ക് പറയാറില്ല. അത്രത്തു കൊള്ളാം. അവള് ലവ് ഹിജാദ്, ഹിജാദ് ലവ് ജിഹാദ് ആൾക്കാരെ കൺവെർട്ട് ചെയ്യാൻ നടക്കും. അങ്ങനെയാണോ? ലവ് പത്രോസ് ഇല്ല കേട്ടാ. എന്ത് എന്ത് പത്രോസ് ഉമ്മയുടെ ചുണ്ടാണെന്ന് തോന്നുന്നു എനിക്കതേ. ശരിക്കും നോക്ക്. എനിക്കുണ്ടല്ലോ മറ്റേ ഈ കുഴമ്പരം ബിറ്റ് ശരി ഞാൻ കണ്ടില്ല. ഞാൻ വേറെ ആലോചിച്ചോണ്ടിരിക്കുന്നു. ശരി ഉമ്മാരെ പോലെ ഉണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. കൊള്ളാമോ? ഒന്നുകൂടെ ശരി ഒന്നുകൂടെ ശരി. ആ ഉണ്ട് ഉണ്ട്. വലിച്ചു തുറങ്ങണത് അങ്ങോട്ട് ഓണറബിൾ മെൻഷൻ ഫാസ്റ്റ് മോണിറ്റർ കാണൂല. ബാങ്ങർ. ഈ അയ്യോ പോയി കൊതുവിനടിക്കുക അതേലിരിക്കുന്നു. ആ എന്താ കണ്ടു ഇതെടുത്ത് മാറ്റി മൂക്കള. അയ്യോ പോയി പോയി. സ്റ്റൊമക്കി കല്ല് ഗോൾഡ് സ്റ്റോൺസ്. 32 minutes and we did nothing. പോസ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഓക്കെ സോ ഗൈസ് നമ്മൾ അത് റെഡിയാക്കി. ഇനി ഞാൻ വിചാരിച്ചത് എൻ്റെ മുഖത്ത് ഫേഷ്യൽ ഹെയർ കാണിച്ചു തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് എന്തൊക്കെ ഇരിക്കുന്നു മൊത്തൊക്കെ. അത് ഇവള് ചോറ് വാരി തന്നപ്പോൾ ബീട്രൂട്ട് പോലെ ഇരിക്കണം. നമുക്ക് ഇനി ക്ലെൻസ് ചെയ്യണം. ക്ലെൻസ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. പുരികമൊക്കെ എടുക്കാനുണ്ട്. എനിക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പുരികമൊക്കെ വളർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആദ്യം കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് അവിടെയും ത്രെഡും ചെയ്യും ഇതും ചെയ്യും. ത്രെഡ് ചെയ്യണം.
മീശയും ത്രെഡ് ചെയ്യുവാണ് ഞാൻ ചെയ്യാറ് പൊതുവേ. അതാകുമ്പം കുറച്ച് പെട്ടെന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് വളരില്ല. ഷേവ് ചെയ്യുമ്പോൾ കുറച്ച് പെട്ടെന്ന് വളരും. അപ്പോൾ ഞാൻ മീശ പൊതുവേ ത്രെഡ് ചെയ്യുകയാണ് ചെയ്യാറ്. പിന്നെ ഇവിടെയൊക്കെ ഹെയർ ഉണ്ട്. ഇത് ഈ സൈഡ് ഒക്കെ ഷേവ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര എക്സ്ഫോളിയേറ്റഡാണ്. നമ്മൾ ലൈക്ക് 1 ഷെയ്ഡ് 2 ഷെയ്ഡ് ബ്രൈറ്ററാണ് ഇപ്പോൾ ഉള്ളതിനേക്കാളും. അപ്പം നമ്മൾ ക്ലെൻസ് ചെയ്യാൻ പോവാണ്. ഇത് ഞാൻ ക്ലെൻസറായിട്ട് ഇവിടെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലയുടെ ഫേസ് വാഷാണ്. ഇത് ആക്ച്വലി വാപ്പയുടെ ഫ്രണ്ട് എന്തോ പുറത്തുനിന്ന് വന്നപ്പോൾ കൊണ്ടു കൊടുത്താണ്. ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കര നല്ലൊരു ഫേസ് വാഷായിട്ട് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഭയങ്കര ഒരിത്തിരി ഡ്രൈ ആക്കും, പക്ഷേ എന്നാലും ഓക്കെയാണ് എനിക്ക്. ഓക്കെ ആണ്, വലിയ കുഴപ്പമില്ല. അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതാണ് യൂസ് ചെയ്യുന്നത്. പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല, അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കൊള്ളാം. പിന്നെ ഇങ്ങോട്ട് നോക്ക്, കൊതു. I was used. ഞങ്ങൾ കഴിച്ച് ഉമ്മ ചായക്ക് വാങ്ങിച്ചാണ്. ചൈൽഡ്ഹുഡ് അൺലോക്ക്ഡ്. മിന്നുൻ്റെ ചൈൽഡ്ഹുഡ് അൺലോക്ക്ഡ്. മിന്നുൻ്റെ ചിരിക്കാണ് ബിസ്ക്കറ്റാണ്. കണ്ടോ, ഇതിന് അധികം ലാദർ ഇല്ല. മാളൂത്താ വാപ്പൊളിങ്ങ. ഓ കിടക്കന്ന ലാദർ ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് നല്ലൊരു എക്സ്ഫോളിയേഷൻ ഉണ്ട്. ഇറ്റ്സ് നൈസ്. ഭയങ്കര സ്ട്രോങ് സ്മെല്ലില്ല. ഒരു മെഡിക്കേഷൻ യൂസ് ചെയ്യണ ഒരു ഫീലാണ്. രസമുണ്ട് എന്തായാലും. ക്യൂട്ടല്ലേ? So, yeah. അപ്പം മുഖം കഴുകി. ഇപ്പം കുറച്ചുകൂടെ ഹെയറൊക്കെ വിസിബിൾ ആയിരിക്കും തോന്നുന്നു. ഐ ഡോണ്ട് നോ. ഐഫോൺ അല്ലാത്തത് കൊണ്ട് അത്രയും ക്ലാരിറ്റി ഇല്ല. എനിവേസ് നീ ഇതൊക്കെ ഒന്ന് വെട്ടിത്തെളിക്കണം. അപ്പോൾ നമുക്കാദ്യം വെട്ടിത്തെളിക്കാനുള്ള പരിപാടിയിലേക്ക് പോവാം. പുരികം വെട്ടിത്തെളിച്ചിട്ട് ഞാൻ കാണിക്കാം. ലൈക്ക് വെക്കാനുള്ള ഒരു സ്ഥലമില്ല. നമുക്ക് പുരികം ഹായ് പറ. ഹായ് ആരാന്തോ ഞാൻ. നമുക്ക് ഒരു ചീപ്പ് ഞാനൊരു ചീപ്പ് എടുക്കുന്നുണ്ട്. ഈ ചീപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് കോതണം. ലൈക്ക് മസ്കാരയുടെ ബ്രഷ് ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം. എനിക്കതില്ലാത്തത് കൊണ്ട് ഞാനൊരു കോമ്പ് എടുത്തിട്ടാണ് ഞാൻ കട്ട് ചെയ്യാൻ പോണത്. വ്ലോഗ് എടുക്കണം ഉമ്മ. നമ്മുടെ യൂട്യൂബിലൊക്കെ വ്ലോഗ് കാണൂലേ? നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കടലക്കറിയാണ് എന്നൊക്കെ പറഞ്ഞ് കാണൂലേ? അതുപോലെ ഞാൻ ഇത് ചെയ്യാൻ പോകുന്നു, ഷെയർ ചെയ്യാൻ പോകുന്നു. സബ്സ്ക്രൈബ് ചെയ്യൂ. അത് നടത്തി കൊണ്ടുപോകാം. ഞാനിപ്പം എൻ്റെ ത്രെഡിങ് കഴിഞ്ഞ് ഞാൻ എൻ്റെ പുരികമൊക്കെ കട്ട് ചെയ്തു. ത്രെഡ് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ചുമന്നിരിക്കണം. എൻ്റെ മീശയും ഞാൻ ത്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഷേവിങ്ങിലേക്ക് കടക്കുവാണ്. ഓക്കെ ഗായ്സ്, നമ്മൾ കണ്ടും കൂടെ കോപ്പുക.
ഇത് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് റേസർ യൂസ് ചെയ്യാം. സോ ഗായ്സ്, ഷേവിങ് കഴിഞ്ഞു. ഈ കുറച്ച് ക്ലീനിങ് പരിപാടികൾ ആണ്. ഇതാ ഇത്രയും മുടിയാണ് കുറേ വന്നത്. അപ്പം ഞാൻ ക്ലെൻസ് ചെയ്താ കുറേ അഴുക്കുമുണ്ട്, മുടിയുണ്ട്. അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് തിക്കുമനമേ തോട്ട കിട്ടാവാ കണ്ണൊക്കെ പാർത്ത് കളയുന്നു. ചെയ്ത് കൊടുക്കണതും പോരാ. അപ്പം ഷേവിങ് കഴിഞ്ഞ് ത്രെഡിങ്ങും കഴിഞ്ഞ് ഇനി കഴുകണം മുഖം കഴുകിയിട്ട് മോയ്സ്ചറൈസർ ഇടണം. അപ്പം നമ്മുടെ ഷേവിങ് റുട്ടീൻ കഴിയും. കാരണം ഇപ്പം കാണാമോ ഏകദേശം കുറച്ചുകൂടെ ഫെയർ ആയില്ലേ, നിങ്ങൾക്ക് എക്സ്ഫോളിയേറ്റ് ആകും. ഇപ്പം ശരി, ഞാൻ ഇനി ക്ലെൻസ് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഞാനിപ്പം ഒരു ആഫ്റ്റർ ഷേവും മുഖത്ത് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒരു കൂളിംഗ് സെൻസേഷൻ ആൻഡ് മറ്റേ ബംസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഇനിയിപ്പം ഒരു മോയ്സ്ചറൈസർ കൂടി ഇടണം. ഞാൻ എന്താ യൂസ് ചെയ്യുന്ന സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതും ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഞാൻ അല്ലാതെ തന്നെ കയ്യിൽ നിന്ന് കാശ് മുടക്കി വാങ്ങിച്ച സാധനം, അതാണ് ഉപയോഗിക്കണത്. അപ്പം അതുകൂടെ ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. സെറ്റാഫിൽ ഇടുവാണ് മോയ്സ്ചറൈസർ. ഓക്കെ, എന്റെ ചാനൽ എന്ത് ചെയ്യണം? എന്റെ ചാനൽ എന്ത് ചെയ്യണം? നിന്റെ ചാനൽ എന്ത് ചെയ്യണം? നിന്റെ ചാനലായിട്ട് വെച്ചാലോ നീ? അയ്യ, അങ്ങനെയല്ല. ഉമ്മ എല്ലാ യൂട്യൂബ് ചാനലും അവസാനം എന്തോന്നാണ് പറയണ? സബ്സ്ക്രൈബ് ചെയ്യും. അത് തന്നെ. ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കേ.